വിന്നബിൾ ആയിട്ടുള്ള ആളെ നിർത്തുന്നതിൽ തെറ്റില്ല. എല്ലാവരും ജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യുമ്പം, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഈ MLA മാർ വഴി ക്ലെയിം ചെയ്യുമ്പം സംഭവിക്കുന്നത്, നിങ്ങൾ നിർത്തിയത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ആ പദവി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തിയതാണെന്നൊരു തോന്നൽ വരും. പല രൂപത്തിലെ കണക്കുകൾ വന്നു. അതിനിടയ്ക്ക് വന്ന ഒരു കണക്കാണ് ഈ 6 എന്നൊക്കെയുള്ള കണക്ക്. അത് ആധികാരികവും ഉറപ്പിക്കാവുന്ന ഒന്നുമല്ല. അതെ, അത് ആധികാരികമാണെങ്കിലും അല്ലേലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായിട്ട് അല്ലെ, മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാൽ ഇപ്പൊ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അത് തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ കൂടി ഒരു MLA ഉള്ളോ 2 MLA ഉണ്ടോ എന്നുള്ളത് അടുത്ത പ്രശ്നമാണ്. അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യാൻ തന്നെ പാടില്ല. അപ്പൊ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പോയിന്റ്, അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുകയും അവർ ജയിക്കുകയും അദ്ദേഹത്തിനോടുള്ള ബന്ധത്തിന്റെ ഭാഗമായി സീറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് പിന്നെ അവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയമായി അതൊരു ഇൻഡീസെന്റ് ആണ്. ജനാധിപത്യ രീതിയിൽ എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് ജനാധിപത്യം എന്ന ഒരു ചോദ്യം അത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതാണ്. പക്ഷേ ഇപ്പോൾ NDTV റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ചോയ്സ് KC വേണുഗോപാൽ ആണെന്ന് കേൾക്കുന്നു. ഖാർഗെയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് KCയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതും ഈ പറയുന്ന അനുമാനങ്ങളാണ്. ആ കൂടിക്കാഴ്ചയിൽ സോഴ്സസ് എന്ന് പറഞ്ഞു, ഈ സോഴ്സ് എവിടെ നിന്ന് വരുന്ന സോഴ്സ് ആണെന്നുള്ള ചോദ്യമുണ്ട്. ഒരേ സോഴ്സിൽ നിന്ന് മാത്രമാണോ വാർത്തകൾ വരുന്നത് എന്നുള്ള സംശയമുണ്ട്. ഇതൊക്കെ ഉണ്ട് ഒരു പ്രശ്നം. പക്ഷേ NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇപ്പോൾ ഞാൻ നോക്കൂ സ്മൃതി, അനീതി എന്ന് പറഞ്ഞാൽ അനീതിക്ക് വേറൊരു കാര്യമില്ല. അതിന് 2 സൈഡില്ല. അനീതിയാണെന്ന് പറഞ്ഞാൽ അനീതിയാണ്. നിങ്ങൾക്കിപ്പം ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല, അതൊക്കെ പോസിബിളാണ്. ചിലപ്പം കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്ന വേറെ മറ്റൊരാൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ആരെ കൊടുക്കണം എന്നുള്ളൊരു സംശയം വരും. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണോ VD സതീശന് കൊടുക്കണോ എന്നുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെയും കേരളത്തിലെ കോൺഗ്രസ് KPCCയുടെയും തർക്ക വിഷയമായിരുന്നുവെങ്കിൽ അത് ന്യായമുള്ള തർക്ക വിഷയമാണെന്ന് ആർക്കും പറയാൻ കഴിയും. അതേ സ്ഥാനത്ത് അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് എൻ്റെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആൾക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും സീറ്റ് കൊടുക്കുകയും ആ സീറ്റിലുള്ളവർ പിന്നീട് അവർക്ക് എങ്ങനെ മാറ്റി പറയാൻ പറ്റും? ഒന്നത്. 2, KC വേണുഗോപാൽ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന KC വേണുഗോപാലിനെ വെറുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം സത്യത്തിൽ ഈ MLA-മാര് നടത്തിക്കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രശ്നത്തിലാവുന്നതുകൊണ്ട് ഈ പറയുന്ന ആളുടെ പേര് തന്നെ എഴുതി കൊടുക്കും. അത് അനീതിയാണ്. ഈ സമയം നമ്മൾ VD സതീശനോടോ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കേണ്ടത് ന്യായമാണ്.